ഈ നാട്ടിലെ ആളുകൾ, സാധാരണ ജനങ്ങൾ ലഹരിയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളിൽ എത്രമേൽ വലിയ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, ജീവിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ നേരിടുന്നുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം രാഷ്ട്രീയ പകലിൽ കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എറണാകുളത്ത് ഒരു പിതാവും ഒരു മാതാവും ഒരു പെൺകുട്ടിയും മാധ്യമങ്ങൾക്ക് മുമ്പിൽ നിന്നിട്ട് അവരുടെ ജീവിതത്തിലുണ്ടായ കഥ പറയുന്നത് കേട്ടില്ലേ? വീടിന് തൊട്ടടുത്തുള്ള മതിലിൽ ഇരുന്ന് കഞ്ചാവ് വലിക്കുമ്പോ അതിന്റെ മണം, അതിന്റെ വൃത്തികെട്ട രീതികൾ, കാര്യങ്ങൾ, എന്റെ ഫാമിലി ജീവിതം എനിക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ഒരു പിതാവ് അവരോട് സഹികെട്ട് സംസാരിക്കുമ്പോ വൃത്തികെട്ട തെറി വിളിക്കുന്ന, വൃത്തികെട്ട രീതിയിൽ അഭിസംബോധന ചെയ്ത് ആ പെൺകുട്ടിയുടെ മുടിക്ക് പിടിച്ചു വലിച്ച്, അങ്ങനെ എത്രയെത്ര ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് ഈ നാടിൽ ഒരു സാധാരണ കുടുംബത്തിന്, ഒരു ഭിന്നശേഷിക്കാരന്റെ കുടുംബത്തിനുണ്ടായത് എന്ന് നമ്മൾ കടന്നു കഴിഞ്ഞു പോകുന്നു എന്നതാണ്. ഓപ്പറേഷൻ തൂഫാൻ എന്തുകൊണ്ടാണ് ഇത്ര വലിയ ഇമ്പാക്റ്റ് ആയി കേരളത്തിൽ മാറുന്നത് എന്നുള്ളതിന്റെ ഒരൊറ്റ ഉദാഹരണം മാത്രമായി മാറുന്നു ഇത്. ലഹരിക്കെതിരെ സംസാരിക്കാൻ നിശബ്ദമായി പോയവര് പോലും തയ്യാറാവുന്നു. നിശബ്ദമായി പോകുന്നവർ, വലിയ പ്രതിസന്ധികളെ കടിച്ചമർത്തി വീടിന്റെ ചുമരുകൾക്കുള്ളിൽ ജീവിക്കുന്നവരെല്ലാവരും ശക്തമായ നിലപാടെടുത്ത് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വരെ അവരുടെ ഫേസ് പോലും ഡിസ്ക്ലോസ് ചെയ്തുകൊണ്ട് സംസാരിക്കാനുള്ള ആർജവം കാണിക്കുന്നതിന്റെ പേരാണ് ഓപ്പറേഷൻ തൂഫാൻ. രമേശ് ചെന്നിത്തല വലിയ രീതിയിൽ കയ്യടി അർഹിക്കുന്നു എന്നുള്ളതാണ്. നല്ല കാര്യങ്ങളെ നമ്മൾ നല്ല കാര്യങ്ങൾ എന്ന് പറയാതെ വയ്യ. ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട് ആഭ്യന്തര മന്ത്രാലയം നടത്തുന്ന വലിയ ഇടപെടലുകളുടെ ഭാഗമായിയാണ് സാധാരണക്കാർക്ക് പോലും അതിനെതിരെ അണിനിരക്കാൻ. ഇത് സമൂഹത്തിന് ആവശ്യമാണ്. ഇത് എൻ്റെ വീട്ടിലും ഒരുപക്ഷെ നാളെ സംഭവിച്ചേക്കാവുന്ന കാര്യമാണ്. എൻ്റെ കൂടെ ജീവിക്കുന്നവരും ഇതിനകത്ത് അടിമപ്പെട്ടു പോയേക്കാം. അങ്ങനെ അടിമപ്പെടുമ്പോൾ അതിന്റെ പ്രതിസന്ധികൾ ഞാനും അനുഭവിക്കേണ്ടി വന്നേക്കാം എന്ന ഓരോ മനുഷ്യന്റെ ജീവിതത്തെയും സ്പർശിക്കുന്ന വലിയ പോരാട്ടത്തിന്റെ പേരായി മാറുന്നു തൂഫാൻ എന്നുള്ളതാണ്. ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാം, തൂഫാന് വാരിയറായി ഈ നാടിന്റെ എല്ലാ ആളുകളും, ജനങ്ങളും രാഷ്ട്രീയ ഭേദമന്യേ, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ, മതവ്യത്യാസമില്ലാതെ, ജാതി വ്യത്യാസമില്ലാതെ, മനുഷ്യരാണെങ്കിൽ, ലോജിക്കുള്ളവരാണെങ്കിൽ ആ വലിയ ആശാവഹമായ പ്രവർത്തനത്തിനു പുറകിൽ അണിനിരക്കേണ്ടത് ഏറ്റവും വലിയ അത്യാവശ്യമായി മാറുന്നു എന്നുള്ളതാണ്. തൂഫാൻ വാരിയറുകളുടെ എണ്ണം ഈ നാടിൽ കൂടേണ്ടതുണ്ട്. ഇനിയും ഒരുപാട് ഫാമിലികൾക്ക്, കുടുംബങ്ങൾക്ക്, നിശബ്ദമാക്കപ്പെട്ടവർക്ക് അവർ അനുഭവിച്ച കഥകൾ തുറന്നു പറയേണ്ടതുണ്ട്. അവർ പറയുന്നുണ്ട്, എന്നെ സഹായിച്ച എൻ്റെ മകളുടെ ടീച്ചർ, ആ സ്കൂളിലെ PTA-ക്കാർ, അധ്യാപകർ, പേരെടുത്ത ആ പിതാവ് നിന്ന് പറയുകയാണ്. അങ്ങനെ വലിയ ശബ്ദങ്ങൾ ഇനിയും ഈ സമൂഹത്തിൽ ഉയരട്ടെ ലഹരിക്കെതിരെ എന്നുള്ളതാണ്. ആഭ്യന്തര വകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന തൂഫാൻ വാരിയറായി കേരളം ഒറ്റക്കെട്ടായി അണിനിരക്കേണ്ടതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിളായി മാറുന്നു എറണാകുളത്ത് നിന്നുള്ള ആ വലിയ പ്രതിസന്ധി അനുഭവിച്ച കുടുംബവും ആ കുടുംബത്തിന്റെ മാധ്യമ സമ്മേളനവും.